ഖുർആൻ പറഞ്ഞില്ലേ, ഭർത്താക്കന്മാര് സ്ത്രീകളുടെ ഭാര്യമാരുടെ ചെലവ് വഹിക്കണം. ഈ ചെലവ് വഹിക്കുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിർബന്ധമായ ഒരു പുണ്യകർമ്മമാണ്. അള്ളാഹിന്റെ അടുക്കൽ കൂലിയിട്ടു, ഭാര്യയ്ക്ക് ചെലവ് കൊടുത്താൽ കൂലിയിട്ടില്ല വിചാരിക്കണ്ട. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിൽ നീ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പോങ്ങവരെ സദഖയാണ്, വലിയ പുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഭാഷണം കേട്ടതിന് ശേഷം വീട്ടിൽ വന്നപ്പോ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, നീ സദഖ ചെയ്യാൻ വേണ്ടി പുറത്തൊന്നും പോകണ്ട, എനിക്ക് തന്നെ തന്നാ മതി, എനിക്ക് തന്നെ തന്നാ മതി. കാരണം മൂപ്പര് ദരിദ്രനാണ്, സാമ്പത്തിക ശേഷി ഇല്ല. ഭാര്യക്കിൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ചിലരങ്ങനെ ഉണ്ടാവും. ഭാര്യൻ്റെ അടുത്ത് പണമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷില്ല. ഭാര്യക്കും ചെലവ് കൊടുക്കണം, ഭാര്യയുടെ അടുത്ത് പണമുള്ളതുകൊണ്ട് ചെലവ് കൊടുക്കൽ ഒഴിവാവൂല. അവളെ പണം അവളതാ, നമ്മൾ തന്നെ കൊടുക്കണം ചെലവ്. അപ്പൊ ചെലവ് ഞാൻ തരണം, മക്കൾക്കും ഞാൻ ചെലവ് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് എന്ത് സുഖല്ലേ. 5 പൈസ തിരിഞ്ഞു നോക്കണ്ടാലോ, ഒന്നും തിരിഞ്ഞു നോക്കണ്ടാലോ. സ്ത്രീകൾക്ക് എന്ത് സുഖാണ്. നമുക്ക് അങ്ങനല്ല. നമ്മളെ ചെലവ് നമ്മൾ വഹിക്കണം. നമ്മളെ ബാപ്പ ഉമ്മാക്ക് പ്രായമായാൽ അവരെ ചെലവ് നമ്മൾ വഹിക്കണം, ഭാര്യന്റെ ചെലവ് നമ്മൾ വഹിക്കണം. എന്നാൽ ഞാൻ എന്നാളൊരു ദിവസം ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ ഭാര്യ അയാളെ വിളിക്കുന്നു. അയാളെ വിളിച്ചിട്ട് അയാൾ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. ഉടനെ അവള് പറഞ്ഞു, നിങ്ങളെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു പെൺകുട്ടിയാണത്. അതുകൊണ്ട് തന്നെ ഞാനും കൂടി കേൾക്കുന്നുണ്ട്. എനിക്ക് നല്ല രസം തോന്നി ആ പെൺകുട്ടിയുടെ ഉത്തരം, നിങ്ങളെ പാർട്ട്ണറാണ്. ശരി തന്നെയാണല്ലോ, ഭാര്യമാർ പുരുഷന്മാരെ പാർട്ട്ണർമാരാണ്. ആ പാർട്ട്ണർമാരായ സ്ത്രീകള്, അതെ, നമ്മളെ മക്കൾക്ക് അവരും പാർട്ട്ണറാ. എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഭാര്യൻ്റെ കൂടിയാ. പിന്നെ നമുക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്താണ്? മകൻ നല്ല സമ്മാനം വാങ്ങിയാൽ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയും, എൻ്റെ മോന് സമ്മാനം കിട്ടിയെന്ന് പറയും. മകൻ എന്തെങ്കിലും വികൃതി കളിച്ചിട്ട് ആളുകളൊക്കെ കുറ്റം പറഞ്ഞാലോ വീട്ടിൽ പോയിട്ട് പറയും, നിന്റെ മകനെടുത്ത പണി അറിയോ എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ ഓളെ മോനാ, നേരത്തെ റാങ്ക് വാങ്ങിയപ്പോ ഞമ്മളെ മോനാ. അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെയും സ്വഭാവം മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ടുക എന്നുള്ളതാണ്. അത് മാറണം, നമ്മൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓ സുഹൃത്തുക്കളെ, ആ മക്കൾക്ക് പാർട്ട്ണർമാരാണ് ഭാര്യമാരെങ്കിലും മക്കളുടെ ചെലവും ഭർത്താവ് കൊടുക്കണം. ഭാര്യക്ക് 5 പൈസ ചെലവില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, ഭാര്യന്റെ കഴുത്തിൽ ബാപ്പ കൊടുത്ത പൊന്നൊക്കെ എനിക്കുള്ളതാണ്. ആ ധാരണ തെറ്റാണ്, അത് അവളുടേതാണ്. നീ മഹർ കൊടുത്ത പൊന്നും അവളുടേതാണ്, നിന്റേതല്ല. അത് വാങ്ങി പണയം വെക്കാൻ നിനക്ക് അധികാരമില്ല, അത് വാങ്ങി വിറ്റ് കളയാൻ നിനക്ക് അധികാരമില്ല. അത് അവളുടേതാണ്. അവള് പൊരുത്തപ്പെട്ട് വല്ലതും തന്നാ നിനക്ക് വാങ്ങാമെന്നല്ലാതെ നിനക്കതിനൊന്നും അധികാരമില്ല. അവളുടേത് പിടിച്ചെടുത്തുകൂടാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അതേ, സ്ത്രീകൾക്ക് അവരുടെ പണവുമായി ഇങ്ങനെ ഇരിക്കാം, ചെലവില്ല. നമുക്കോ ചെലവാണല്ലോ. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അധ്വാനിക്കണം, ബിസിനസ് നടത്തണം, വെറുതെ ഇരിക്കരുത്. എന്നാലേ പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനാ